നമസ്കാരം. പ്രകൃതി ഭംഗി കൊണ്ട് അതീവ മനോഹാരിതമായ മുണ്ടത്തിക്കുട് നിമിഷ നേരം കൊണ്ടാണ് ദുരന്ത ഭൂമിയായി മാറിയത്. ചുറ്റും പച്ചപ്പ് പുതച്ചു നിന്നിരുന്ന മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാഴ്ച അപകടത്തിന്റെ ഭീകരത വിളിച്ചോതുന്നതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ആ പ്രദേശം നടുങ്ങിപ്പോയി. ഇനിയും പൊട്ടിത്തെറിക്കാത്ത വെടിക്കോപ്പുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ശേഷിക്കുന്നത് വലിയ ഭീഷണിയായി തുടരുകയാണ്. ആളിക്കത്തിയെ തീയണയ്ക്കാൻ ഫയർഫോഴ്സ് സംഘം ജീവൻ പണയപ്പെടുത്തി പോരാടുകയാണ്. അതേസമയം മുണ്ടത്തിക്കോട് ഉഗ്രസ്ഫോടനത്തിലെ മരണം അത് 12 കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. മാത്രമല്ല, പല ആളുകൾക്കും 40ഓളം ആളുകൾക്കാണ് പരിക്കേറ്റത്. ഭൂരിപക്ഷം ആളുകൾക്കും 70% പൊള്ളൽ വന്നിട്ടുണ്ട്. അതായത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളെ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാലും വെടിക്കെട്ടുപുര നിന്നിടത്തിപ്പോൾ കരിയും പുകയും മാത്രമാണുള്ളത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ചിതറിപ്പോയിരിക്കുന്നു. രക്ഷാപ്രവർത്തകരെ പോലും ഇത് തളർത്തിക്കളയുകയാണ്. നിലവിൽ പുറത്തുവരുന്ന മരണസംഖ്യ അനുസരിച്ച് ഇനിയും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കത്തിച്ചാമ്പലായ മുണ്ടത്തിക്കോട്ടെ ഈ ദുരന്തം കേരള മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ്. ഗുരുതരമായി പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഒരു നാടിൻ്റെയാകെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ആ വെടിക്കെട്ട് പുരയ്ക്കൊപ്പം തകർന്നു വീണത്. അതേസമയം തൃശ്ശൂരിലെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണം അത് 12 കടന്നിരിക്കുന്നു. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ 12 പേരുടെയും. അതേസമയം 10 പേരുടെ നില അതീവ ഗുരുതരമാണ്. 18 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് 3:15 ശേഷമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തൃശ്ശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ പുരയിലാണ്, അതായത് സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുകയാണ് 24-ാം തീയതി. അപ്പോൾ അതിന് മുൻപായി അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള പടക്കങ്ങളാണ് ആ പടക്കപ്പുരയിലാണ്, വെടിപ്പുരയിലാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും സ്ഫോടനം നടക്കുകയാണ്. 5 താൽക്കാലിക പുരയിടങ്ങളിലായാണ് പടക്ക നിർമ്മാണം നടന്നത്. 5 തീ പടർന്നിരിക്കുന്നു. സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കാത്തതിനാലും പ്രദേശത്ത് പുക നിറഞ്ഞതിനാലും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമുണ്ട്. പടക്ക നിർമ്മാണശാലയിൽ എത്ര പേർ ജോലിക്കുണ്ടായിരുന്നു എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. പലരും ചിതറിത്തെറിച്ചു പോയെന്നാണ് സംശയം. ശരീരഭാഗങ്ങൾ പാടത്തുനിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. കിലോമീറ്ററുകൾ ദൂരേക്ക് പ്രകമ്പനം കൊണ്ട സ്ഫോടനം ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും ചെറിയ തോതിൽ സ്ഫോടനങ്ങൾ തുടരുകയാണ്. കരിമരുന്നുശാല പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന സ്ഥലത്തേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതായതിനാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് സമീപത്തെ മതിൽ തകർത്താണ് അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തീയണച്ചത്. എന്തായാലും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനായി വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പുരയിൽ 15 മിനിറ്റ് മുൻപ് ഭീകരമായ സ്ഫോടനമുണ്ടായി. ഭൂമി കുലുങ്ങുന്നതിന് തുല്യമായ ഉഗ്രശബ്ദത്തോടെ 2 തവണയാണ് സ്ഫോടനമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്തായാലും മരണസംഖ്യ ഉയരുകയാണ്. 12 പേർ ഇതിനോടകം മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു.